ഇതിരിക്കട്ടെ, നമ്മുടെ പെണ്ണുങ്ങൾ സാധാരണ പോറുന്ന ചില പുണ്യങ്ങളുണ്ട്. അപ്പുണ്യങ്ങൾ അവർക്ക് എമ്പാടും കിട്ടും. അത് സാധാരണ നടപ്പായതുകൊണ്ട് അത് തന്നെ മതി. അതാ ഞാൻ പള്ള നടന്നത്. അത് പിന്നെ പറഞ്ഞാൽ അവർക്ക് പോകില്ല. ആ പള്ളന്റെ ഉള്ളിൽ പെണ്ണുങ്ങൾ കുട്ടികളെ ഏറ്റിയിട്ട് കൊണ്ടെടുക്കലും വല്ലാത്തൊരു പുണ്യം. അവർക്ക് കുട്ടികളെ വളർത്തൽ, ഹവാലത്തും വിലാദത്തും, കുട്ടികളെ പ്രസവിക്കലും കുട്ടികളെ ചുമന്നു നടക്കലും കുട്ടികളെ പരിപാലിച്ചിട്ട് പ്രായം തികയുന്നത് വരെയോ വകതിരി വെത്തുന്നത് വരെയോ ഒക്കെ അവരെ ശുശ്രൂഷിച്ചിട്ട് വളർത്തിക്കൊണ്ടുവരലും എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ ഇന്നും പെണ്ണുങ്ങളുടെ ധർമ്മമാണ്. ഈ ധർമ്മത്തിന്റെ പേരിൽ അവർക്ക് നൽകുന്ന പുണ്യം യോദ്ധാവിനും പള്ളിയിൽ കുമ്പിട്ടുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കും ഒരിക്കലും ലഭ്യമല്ല. ഞാനും നിങ്ങളും ആലോചിക്കൂ എന്റെ സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു ഒരുക്കിയിരിക്കുന്ന ധർമ്മം അത് സദുദ്ദേശമാക്കുവാൻ നമ്മൾ സംസാരിക്കുന്നത് പറ്റും. വെറുതെ അല്ലാഹു തആല നൽകുന്ന പുണ്യമാണ്. നിങ്ങൾ ഉദ്ദേശിച്ചാലും ഉദ്ദേശിച്ചില്ലെങ്കിലും ഈ പ്രയാസം അല്ലാഹു വെറുതെയാക്കില്ല. ഈ പ്രയാസത്തിന് അല്ലാഹു തആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അത്ര വലിയ പ്രയാസ, എന്തോ ഒരു പ്രയാസം. ഈ പ്രയാസത്തിന്റെ പേരിൽ നിങ്ങൾ നേടുന്ന പുണ്യം പുരുഷന് നേടാൻ സാധ്യമല്ല. മദീനത്തെ പള്ളിയിലും മസ്ജിദുൽ ഹറാമിലും നേടാൻ സാധ്യമല്ല. ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുമ്പോഴേക്കും ഒരു പെണ്ണ് തേടുന്ന, ഒരു പെണ്ണ് വഹിക്കുന്ന വട്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും എത്രയാണ്. ഒരു മാതാവിനോട് പോലും ലോകത്ത് അള്ളാഹുവിനെ കഴിച്ചാൽ പിന്നെ ഒരു മനുഷ്യൻ ഏറ്റവും കടപ്പെട്ടത് മാതാവാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഹദീസുകൾ വളരെ വ്യക്തമായി ആണയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സത്യം. ലോകത്ത് ഒരു പുരുഷനിക്കും ലോകത്തൊരു ശാസ്ത്രവും നൽകാത്ത, ലോകത്തൊരു പ്രത്യയശാസ്ത്രവും നൽകാത്ത പദവിയല്ലേ നിന്റെ മാതാവിന്റെ കാലിന്റെ കീഴിലാണ് ആണെങ്കിലും പെണ്ണെങ്കിലും കുട്ടി നിന്റെ സ്വർഗം എന്ന് ഏത് കുട്ടിയോടും ഉമ്മ പെറ്റ മക്കളോടും അല്ലാഹു തആല വാഗ്ദാനം ചെയ്യുകയും റസൂലുള്ള നിർദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ലോകത്തെ ഏത് പുരുഷനും സ്ത്രീക്ക് താഴെയല്ലേ ഉമ്മ എന്ന സ്ത്രീക്ക് താഴെ? അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ സ്ഥാനത്തെ പോലും കവച്ചു വെക്കാൻ കടപ്പാട് കൊണ്ട് റസൂലുള്ള ഉമ്മയുടെ മുമ്പിൽ പറ്റുമായിരുന്നുവെന്നും വരുമായിരുന്നു എന്നതുകൊണ്ടാണ് കുഞ്ഞുകാലത്തെ റസൂലുള്ളാന്റെ ഉമ്മയെ അല്ലാഹു തആല വഫാത്താക്കിയതെന്നാണ് ഉലമാക്കൾ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മ പോലും റസൂലുള്ളാന്റെ റിസാലത്തിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ആ ഉമ്മ എന്ന നിലയ്ക്ക് റസൂലുള്ളാഹ്ക്ക് ഉമ്മയോട് കടപ്പാടുണ്ടാകുമായിരുന്നു. ലോകത്ത് എല്ലാ പടപ്പുകൾക്കും മനുഷ്യർക്കും മുതിർന്നവരായാലും കുട്ടികളായാലും റസൂലിനേക്കാൾ പ്രായമുള്ളവരായാലും തങ്ങളുടെ എണാപ്പമാരായാലും ആരായാലും അല്ലാഹുവിന്റെ റസൂലിനോടാണ് കടപ്പാട്. ഈ കടപ്പാടുള്ള നബിക്ക് സ്വന്തം മാതാവ് ആമിന റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ മുൻപിൽ റസൂലുള്ള കൊച്ചായി പോകുമായിരുന്നുവെന്നും അവരുടെ മുമ്പിലുള്ള കടപ്പാട് നബിയുടെ പിരടിയിൽ നിൽക്കുമായിരുന്നുവെന്നും ബാപ്പയോടുള്ള കടപ്പാട് നബിയുടെ ചുമലിൽ തങ്ങുമായിരുന്നുവെന്നും അതില്ലാതാക്കുവാനാണ് നബിയുടെ കുഞ്ഞുക്കാലത്തുമ്മയും ജനിക്കുന്നതിന് മുൻപ് തന്റെ വാപ്പയും മരണപ്പെട്ടതെന്നും ഉലമാക്കൾ വിവരിക്കുമ്പോൾ ഉമ്മക്കും ബാപ്പക്കും ഇസ്ലാം നൽകുന്ന സ്ഥാനത്തിൽ ഏറ്റവും മുന്തിയ സ്ഥാനം 3 മടങ്ങ് വാപ്പയേക്കാൾ അല്ലാഹു നൽകിയിട്ടുള്ള ഉമ്മയുടെ സ്ഥാനം ഒരു പെണ്ണിന്റെ പദവിയാണ്, ആണിന്റെ പദവിയല്ല. ആ ഉമ്മയുടെ കാൽക്കീഴിലാണ് പണ്ഡിതനായ മക്കൾക്കും സയ്യിദായ മക്കൾക്കും മറ്റേത് സ്ഥാനമുള്ള മക്കൾക്കും ഡോക്ടറായ മക്കൾക്കും യോദ്ധാവായ മക്കൾക്കും അല്ലാഹു തആല സ്വർഗം വെച്ചിട്ടുള്ളത് ഈ ഉമ്മയുടെ കാലിലാണ്. ഈ